അസ്സലാമു നമസ്കാരം. വെൽക്കം ബാക്ക് ടു സുൽഫീനാസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരും കടയിൽ നിന്ന് ബട്ടർ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ്ട. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഒരൊറ്റ ചേരുവ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള ബട്ടർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഓക്കേ, നമുക്ക് നമ്മുടെ ബട്ടർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ ജാറല്ലേ, അതും തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നെയ്യാണ്. ഏത് നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. മിൽമയുടെ നെയ്യായാലും കുഴപ്പമില്ല, RKG ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് നെയ്യിലേക്ക് എടുക്കുന്നത് 4 ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. ഇത് മതിയാവും. അപ്പം ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് ഫസ്റ്റ് സ്പീഡില്ലേ, ഹൈ സ്പീഡ് അല്ലാണ്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ്, ഒരു 60 സെക്കൻഡ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാനിവിടെ 1 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ വന്നില്ല എങ്കിൽ പേടിക്കേണ്ട, വീണ്ടും ഒരു ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ശരിക്കും ബട്ടറിൻ്റെ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിലെപ്പോഴും ഉള്ള സംഭവമായിരിക്കും നെയ്യ്, അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതിട്ടൊന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ബട്ടർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബട്ടർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ ഞാനിപ്പോൾ ഇവിടെ വെക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടർ പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ നേരെ ഈ ഇതുപോലത്തെ ഒരു ബോക്സിലോട്ട് ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടർ മുഴുവനായിട്ടും നമുക്ക് ഈ ടിന്നിലോട്ട്, ഈ കണ്ടെയ്നർ ബോക്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടും ബട്ടർ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അളവ്. കറക്റ്റ് ഈ ഒരു കണ്ടെയ്നർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ നല്ല പ്രസ്സാക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തും കൂടി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ബട്ടർ സെറ്റായെന്ന് അറിയാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങളെ സെറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ കടയിൽ ചെന്ന് ബട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ബട്ടറിൻ്റെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.